ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പ്രമുഖ നേതാക്കളെ പ്രചരണത്തിനായി രംഗത്തിറക്കി മുന്നണികൾ. വളരുന്ന രാഷ്ട്രീയ ചൂടിലും കനത്ത മഴയിലും അണികളെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി വയനാട് MP പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. മറുവശത്ത് CPMന്റെ M സ്വരാജിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപരിപാടിയിലും പ്രചരണങ്ങളിലും പങ്കെടുത്തു. മറുഭാഗത്ത് PV അൻവറിനായി മുൻ ക്രിക്കറ്റ് താരവും TMCയുടെ നേതാവുമായ യൂസഫ് പഠാനാണ് നിലമ്പൂരിൽ പ്രചരണത്തിന് എത്തിയത്. പരസ്യപ്രചരണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ 3 മുന്നണികളും പ്രമുഖരെ മണ്ഡലത്തിലെത്തിച്ച് അണികളെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കനത്ത മഴയെപ്പോലും വെല്ലുവിളിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരും പിന്തുണയ്ക്കുന്ന ജനങ്ങളും റോഡിലിറങ്ങിയത് സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകർന്നു. കുത്തൊഴുക്കിൽ ജനങ്ങൾ ഒഴുകിയെത്തിയ പ്രചരണ ഭൂമിയായിരുന്നു നിലമ്പൂർ. കനത്ത മഴയെപ്പോലും അവഗണിച്ചാണ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയുടെയും യൂസഫ് പഠാന്റെയും റോഡ് ഷോകളിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുപരിപാടിയിലും മഴ തടസ്സമായില്ല. ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പങ്കാളിത്തം മണ്ഡലത്തിൽ മത്സരം കനക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നതെന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിൽ LDFന്റെ എതിരാളികൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നും കുതന്ത്രങ്ങൾക്ക് പേര് കേട്ടവരാണ് എതിരാളികളെന്നും ആ ജാഗ്രതയിലായിരിക്കണം ഇടതുമുന്നണി പ്രവർത്തിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയതോടെ നിലമ്പൂരിലെ UDF പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നിലമ്പൂരിലെ വന്യജീവി പ്രശ്നത്തെക്കുറിച്ചും സെക്രട്ടേറിയറ്റിനു മുന്നിലുള്ള ആശാ വർക്കറുടെ സമരത്തെക്കുറിച്ചും പെൻഷൻ പ്രശ്നത്തെക്കുറിച്ചും സംസാരിച്ചു. തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും നിലമ്പൂരിലെ ജനങ്ങൾ ഇത്തവണ PV അൻവറിനെ പ്ലെയർ ഓഫ് ദി മാച്ച് ആക്കണമെന്നും യൂസഫ് പഠാൻ പറഞ്ഞു. മഴയെയും വെല്ലുവിളിച്ച് പ്രവർത്തകരും അണികളും മുന്നിൽ നിൽക്കുമ്പോൾ നിലമ്പൂരിലെ മത്സരം മുറുകുമെന്ന് ഉറപ്പ്.